ഈശോ മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇന്ന് പീഡാനുഭവ വെള്ളി. നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനവും മരണവും അതിനോട് ബന്ധപ്പെട്ട എല്ലാവിധ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദിവസമാണിന്ന്. കർത്താവ് പീഡകൾ സഹിച്ചതും മരിച്ചതും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് നമുക്കറിയാം. ആ രക്ഷയുടെ വെളിപ്പെടുത്തൽ, ആ രക്ഷ കർത്താവിലൂടെ നമുക്ക് ലഭിച്ചത് നാം ഇന്ന് ദൈവാരാധനയുടെ വിഷയമാക്കുന്നു. ദൈവത്തെ നിരന്തരം നമ്മൾ ആരാധിക്കുന്നതും ഈ രക്ഷാരഹസ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണം, ഇതര കൂദാശകളുടെ സ്വീകരണം, തിരുവചന അനുഭവം, യാമപ്രാർത്ഥനകളിലൂടെയുള്ള നമ്മുടെ ആത്മീയമായിട്ടുള്ള അഭ്യാസങ്ങൾ എല്ലാം നാം ഈ രക്ഷാകര രഹസ്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിർവഹിക്കുന്നത്. വാസ്തവത്തിൽ ആ രക്ഷയുടെ അനുഭവം നമുക്ക് ആരാധനയിൽ ലഭിക്കുന്നു. ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. ഈ ദുഃഖവെള്ളിയാഴ്ച എന്ന് നമ്മൾ പറയുന്ന പീഡാനുഭവ വെള്ളി വാസ്തവത്തിൽ കർത്താവ് സാധിച്ച ഈ രക്ഷയുടെ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ സഹനങ്ങളെപ്പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക്, വേദനകൾക്ക് ഒക്കെ നാം അർത്ഥം കാണുന്നത് കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അവയ്ക്കെല്ലാം രക്ഷാകരമായ ഒരർത്ഥമുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. സഹനം നമ്മെ വേദനിപ്പിക്കുന്നു എന്നത് സത്യം. പക്ഷെ നമ്മളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതല്ല സഹനം. വേദനയിലൂടെ നമുക്ക് നമ്മുടെ സഹനത്തിലൂടെ ശക്തി പ്രാപിക്കുവാൻ സാധിക്കുകയാണ്. കർത്താവായ ഈശോ മിശിഹായിൽ അപ്രകാരമായിരുന്നു. നമുക്കറിയാമല്ലോ, നമുക്ക് രോഗങ്ങളുണ്ടാകുന്നു, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കുന്നു, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുന്നവരുമുണ്ട്. ഇവയെല്ലാം ദുഃഖത്തിൻ്റെ അനുഭവങ്ങളാണ്. അതിൽ കൂടുതലായ ദുഃഖങ്ങളും നമുക്ക് ഉണ്ടാകുന്നു. പരസ്പരമുള്ള കലഹങ്ങൾ, ഭിന്നതകൾ, കൊലപാതകങ്ങൾ, യുദ്ധങ്ങൾ ഒക്കെ ലോകത്തിൽ അരങ്ങേറുന്നുണ്ട്. ഇവയെല്ലാം വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ഈ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളെയെല്ലാം രക്ഷാകരമാക്കി തീർക്കത്തക്ക രീതിയിൽ കർത്താവ് തൻ്റെ പീഡാസഹനവും മരണവും ഏറ്റെടുക്കുകയാണ്. അതുവഴിയായിട്ട് മനുഷ്യവംശത്തിന് വിജയം നൽകുകയാണ് ചെയ്തത്. നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ സഹനങ്ങൾ അത് തന്നോട് സഹകരിച്ചവരോട് ചേർന്ന് നിന്നാണ് അവിടുന്ന് അത് ഏറ്റെടുക്കേണ്ടി വന്നത്. ഒരു യൂദാസിൻ്റെ ഒറ്റിക്കൊടുക്കൽ, ഒരു പത്രോസിൻ്റെ നിഷേധിച്ചു പറയൽ, അതുപോലെ തന്നെ ശിഷ്യന്മാരെല്ലാം കർത്താവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നത്, കർത്താവിന് എതിരായിട്ട് ദൈവജനം മരണത്തിന് അവിടുത്തെ വിട്ടുകൊടുക്കുവാനായിട്ട് ആക്രോശിക്കുന്നത് എല്ലാം ദുഃഖാനുഭവങ്ങളാണ്. അതോടൊപ്പം അവിടുന്ന് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ അത് വാസ്തവത്തിൽ കഥയാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ലോകത്തിൽ സാധാരണ മനുഷ്യർക്ക് ആർക്കും ലഭിക്കാവുന്നതിൽ കവിഞ്ഞുള്ള പീഡനമാണ് നമ്മുടെ കർത്താവ് ഏറ്റെടുത്തത്. അവഹേളനങ്ങൾ മാത്രമല്ല, ചാട്ടവാറടി, മുൾമുടി ധരിപ്പിക്കൽ, ഭാരമായ കുരിശും ചുമന്നുകൊണ്ടുള്ള
കാൽവരി യാത്ര എല്ലാം സഹനങ്ങളായിരുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള മർദ്ദനങ്ങളും അവിടുന്ന് സഹിക്കേണ്ടി വന്നു. ഒന്നോർക്കുക, ഇതുപോലുള്ള സഹനങ്ങൾ ഇന്നും ലോകത്തിൽ ഏറ്റെടുക്കുന്നവരുണ്ട്. മതവിശ്വാസത്തിൻ്റെ പേരിൽ, കർത്താവിലുള്ള വിശ്വാസം പുലർത്തുന്നതിൻ്റെ പേരിലൊക്കെ അവഹേളിക്കപ്പെടുന്നവരും, നാട് കടത്തപ്പെടുന്നവരും, പീഡനങ്ങൾക്ക് വിധേയരാകുന്നവരും, മരണത്തിന് തന്നെ തങ്ങളെ തന്നെ കൈവിട്ടു കൊടുക്കേണ്ടവരായി വരുന്നവരുമെല്ലാം ഇന്ന് ലോകത്തിൽ ധാരാളമാണ്. വാസ്തവത്തിൽ ഇതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ആയിട്ടുള്ള അനുഭവം ലോകത്തിൽ തുടരുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മയാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത്. വാസ്തവത്തിൽ ഇവയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സഹന മരണ അനുഭവമാണ് നമ്മുടെ കർത്താവിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവിൽ സംഭവിച്ചവയെല്ലാം നമുക്കും രക്ഷാകരമായി തീരുന്നത്, ദൈവാരാധനയായി തീരുന്നത്. നമ്മുടെ കർത്താവിൻ്റെ സഹനത്തിൻ്റെ ആ അനുഭവങ്ങൾ സമാപിപ്പിച്ചത് കർത്താവ് തന്നെ, പിതാവേ, നിൻ്റെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് പരമമായ ഒരു ആരാധനയാണ്. തന്നെ പൂർണ്ണമായിട്ട് പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ ഹിതം പൂർത്തീകരിച്ചു എന്നുള്ള പ്രഖ്യാപനത്തോടുകൂടി കർത്താവ് അന്ത്യശ്വാസം വലിക്കുകയാണ്. ഇതാണ് സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും അന്ത്യം. ദൈവാരാധനയുടേതായിട്ടുള്ള അപൂർണ സമർപ്പണം കർത്താവിൽ സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള പീഡനങ്ങളിൽ പിന്നിൽ നാം കാണുന്ന മറ്റൊരു പ്രതിഭാസമാണ് ആരോപണങ്ങളുടേതായ പരമ്പര. നമ്മുടെ കർത്താവിൻ്റെ മേൽ അവിടുന്ന് ഒരു വിധത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും ഓരോരോ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് അന്നത്തെ ജനതയും യഹൂദ പ്രമാണികളും പുരോഹിത അതുപോലെ തന്നെ മറ്റ് അധികാരി വൃന്ദവും പ്രവർത്തിച്ചുവെന്ന് നാം മനസ്സിലാക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രത്യാരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തവ നമ്മുടെ കർത്താവിൻ്റെ മേൽ ചുമത്തപ്പെടുന്നു. ചരിത്രം ആവർത്തിക്കുന്നു, ഇന്നും അത് തന്നെ സംഭവിക്കുന്നുണ്ട്. നിഷ്കളങ്കരായ മനുഷ്യരെ അവഹേളനങ്ങളിലൂടെയും ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിച്ച് അവരെ സമൂഹ മധ്യത്തിൽ, മറ്റാളുകളുടെ മധ്യത്തിൽ കുറ്റക്കാരെ പോലെ അവതരിപ്പിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. ഇന്ന് പൊതുജീവിതത്തിൽ നമുക്കെവിടെയും ഇത് കാണാം. അങ്ങനെയുള്ള ഒരു പ്രതിഭാസം ലോകത്തിൽ തുടരുന്നു. നിഷ്കളങ്കരായ മനുഷ്യരെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റു മനുഷ്യരുടെ മുമ്പിൽ കുറ്റക്കാരായിട്ട് അവരോധിക്കുക. കർത്താവിനെ അങ്ങനെയാണ് അന്നത്തെ ആളുകൾ ചെയ്തത്. കർത്താവിന് മുൻകൂട്ടി അറിയാമായിരുന്നു ഇത് സംഭവിക്കുമെന്ന്. അതേക്കുറിച്ച് കർത്താവ് ശിഷ്യന്മാരോട് 3 പ്രാവശ്യം മുൻകൂറായി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ആരോപണങ്ങളുടെ കഥ ഇന്ന് ലോകത്തിൽ ധാരാളമുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ആരോപണങ്ങൾക്ക് ശേഷമാണ് നീതിക്ക് വിരുദ്ധമായിട്ടുള്ള ആ വിചാരണയും വിധിത്തീർപ്പും ഉണ്ടാകുന്നത്. അതും ഇന്ന് ലോകത്തിൽ ഉണ്ടാകുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. തെറ്റായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിചാരണകൾ കോടതികളിൽ നടന്നെന്നു വരാം. അങ്ങനെയുള്ള വിചാരണകളുടെ അടിസ്ഥാനത്തിൽ തെറ്റായ വിധികൾ ഉണ്ടായെന്ന് വരാം. എന്നാൽ ഇതെല്ലാം നമ്മുടെ കർത്താവ് ഏറ്റെടുത്തു എന്നുള്ളത് ഈ ദുഃഖവെള്ളിയിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ശരിയായ സഹനത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ അവയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ആണ് തൻ്റെ മരണത്തിന് തന്നെ കൈയാളിച്ചത്. ഇന്നത്തെ വായനകളിൽ ഒന്നാമത്തത് നമുക്കറിയാവുന്നതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നായിരുന്നു. അബ്രാഹം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ ബലി കഴിക്കുന്ന ആ കഥ, ആ സംഭവം, അത് വാസ്തവത്തിൽ ദൈവം പരീക്ഷിച്ചുകൊണ്ട് അബ്രാഹത്തോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം നൽകിയ ആ ഒരു
നിർദ്ദേശം പോലെയാണ് അബ്രാഹാം തൻ്റെ മകനെ ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാൻ തീരുമാനിച്ചത്. പക്ഷേ ആ ബലിയർപ്പണത്തിൽ ദൈവത്തിൻ്റെ പ്രതികരണം നമ്മൾ കേൾക്കണം. അവിടുന്ന് പറയുന്നു, നീ നിൻ്റെ മകനെ തന്നെ ബലിയർപ്പിക്കുവാൻ തക്ക വിധം നിൻ്റെ വിധേയത്വം ദൈവത്തോടുള്ളത് എന്നോടുള്ളതെന്ന് മനസ്സിലാക്കി നീ കുഞ്ഞിൻ്റെ മേൽ കൈവയ്ക്കരുത്. അപ്പോൾ ദൈവം നൽകിയ പരീക്ഷണത്തിൽ അബ്രാഹാം വിജയിക്കുകയാണ്. ഇതേ തിരുവചനം തന്നെയാണ് യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നത്. തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ തന്നെ നൽകുവാൻ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മകനെ നൽകുവാൻ തക്കവണ്ണം അബ്രാഹാം ദൈവമായ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ച് സ്നേഹിച്ചതുപോലെ തന്നെ പിതാവായ ദൈവം തൻ്റെ മകനെ നമുക്കായി നൽകിക്കൊണ്ട്, മനുഷ്യവംശത്തിനു വേണ്ടി നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. ഇതാണ് രക്ഷയുടെ പരമമായ രഹസ്യം. ഏകജാതൻ്റെ ബലിയർപ്പണത്തിലൂടെ നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന ആ നിത്യരക്ഷ, ദൈവത്തോടുകൂടിയുള്ള ജീവിതം, ദൈവത്തിൻ്റെ കൃപയിലുള്ള നമ്മുടെ ജീവിതം, അത് നമുക്ക് രക്ഷയായി തീരുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആ ഒരു ആവശ്യം വ്യക്തമായി കിട്ടുകയാണ്. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ദൈവാരാധനയുടെ ജീവിതം. നാം ദേവാലയത്തിൽ നിർവഹിക്കുന്ന ആരാധന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കുവാൻ സാധിക്കും. എല്ലാവിധ നിഷേധാത്മകമായിട്ടുള്ള അനുഭവങ്ങളുടെയും നടുവിൽ, അവഹേളനങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെയും മറ്റ് നാശനഷ്ടങ്ങളുടെയും നടുവിൽ, കുടുംബത്തിലെ അസമാധാനത്തിൻ്റെ നടുവിൽ, യുദ്ധങ്ങളുടെയും കലഹങ്ങളുടെയും ഭിന്നതകളുടെയും നടുവിൽ, സഭയിലും സമൂഹത്തിലുമെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ സഹന ജീവിതത്തെ രക്ഷാകരമാക്കി തീർക്കുവാൻ കർത്താവ് നമ്മെ ഇന്ന് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദുഃഖവെള്ളി വാസ്തവത്തിൽ ദുഃഖത്തിൻ്റെ വെള്ളിയല്ല, കർത്താവിൻ്റെ പീഡാനുഭവ വെള്ളിയാണത്. ആ പീഡാനുഭവത്തിലൂടെയുള്ള രക്ഷയാണ് നമ്മുടെ വിചിന്തനത്തിനും നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിഷയമാക്കേണ്ടത്. അതുകൊണ്ട് ഈ പീഡാനുഭവ വെള്ളി കഴിഞ്ഞിട്ട് ഒരു ഉയിർപ്പ് ഞായറുണ്ടാകും, കർത്താവിൻ്റെ ഉത്ഥാനം. അത് നമുക്കറിയാം. അതിനുവേണ്ടി നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. മരണമില്ലാതെ ഉത്ഥാനമില്ല. അതുകൊണ്ട് സഹനം മരണത്തിലെത്തുന്നു. ആ മരണത്തെയാണ് നമ്മൾ സ്നേഹത്തോടുകൂടി സ്വീകരിക്കേണ്ടത്. കർത്താവിൻ്റെ പീഡാനുഭവ യാത്രയിൽ ഒത്തിരിയേറെ ആളുകൾ കർത്താവിനോട് സഹതപിച്ച് വിലപിച്ചവരുണ്ട്. സഹതാപവും വിലാപവും അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, പിന്നെയോ അനുതാപവും മാനസാന്തരവുമാണ്. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റേതുമായിട്ടുള്ള ഈ ആരാധനയിലേക്ക് നമ്മളെ വഴി നടത്തിക്കൊണ്ടുവന്നത് നമ്മുടെ നോയമ്പുകാല ആചരണമാണ്. നോയമ്പ് കാലത്തിലെ നമ്മുടെ പരിത്യാഗ പ്രവർത്തികൾ, നമ്മുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ, നമ്മുടെ കൂടുതലായിട്ടുള്ള ദാനധർമ്മങ്ങൾ എല്ലാം നമ്മളെ കൊണ്ട് എന്നെത്തിച്ചിരിക്കുന്നത് ഈ ഒരു വിജയത്തിലേക്കാണ്. മാനസാന്തരത്തിൻ്റെ വിജയം, നമ്മുടെ ജീവിതത്തിന് വരുന്ന ഒരു പരിവർത്തനം. നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ മരണത്തിൽ ശതാധിപൻ പോലും മാനസാന്തരപ്പെട്ടു. അവൻ വിളിച്ചു പറഞ്ഞു, ഇവൻ നീതിമാനായിരുന്നു എന്ന്. ഇവൻ തീർച്ചയായും നീതിമാനായിരുന്നു, ഇവൻ തീർച്ചയായും ദൈവപുത്രനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ പത്രോസും തിരിച്ചു വന്നു. കർത്താവിനെ ക്രൂശിച്ചവരിൽ, അല്ലെങ്കിൽ കർത്താവിനെ ക്രൂശിക്കുവാൻ ഒരുപക്ഷെ വരുത്തിയവരിൽ തന്നെ ഒരു വിഭാഗമാണ് പിന്നീട് കർത്താവിൻ്റെ ഉത്ഥാനശേഷം അവിടുന്ന് വിശ്വസിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. പ്രിയമുള്ളവരെ, പത്രോസിൻ്റെ തിരിച്ചുവരവ് പോലെ, കർത്താവിങ്കിലേക്കുള്ള അനേകരുടെ തിരിച്ചുവരവ് പോലെ, നമ്മുടെ ഒരുപക്ഷെ പാപകരമായിരുന്ന ജീവിതത്തിൽ നിന്ന്, കർത്താവിനെ നിഷേധിച്ച് ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ ദൈവത്തിനും നമ്മുടെ സഹോദരങ്ങൾക്കും വേണ്ടിയുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റേതുമായ ഒരു സമർപ്പണമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അതാണ് പീഡാനുഭവ വെള്ളിയുടെ സന്ദേശം, മാനസാന്തരത്തിൻ്റെ സന്ദേശം. നോമ്പുകാലം പരിപൂർണമായ ഒരു മാനസാന്തരത്തിൽ നമ്മളെ കൊണ്ടുവന്നെത്തിച്ചിട്ട് നാം കർത്താവിനോടൊപ്പം സഹിച്ചു മരിച്ച്
ഉയർക്കേണ്ടവരാണെന്നുള്ള ആ ജീവിത ദർശനം നമ്മൾ ഇന്ന് ഉൾക്കൊള്ളണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ജഡികമായ മോഹങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ദുരാശകളോ ലൈംഗികമായിട്ടുള്ള മോഹങ്ങളോ ഒന്നും മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ജഡികമായിട്ടുള്ള സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ആ നെട്ടോട്ടം, പദവികൾക്ക് വേണ്ടിയിട്ടുള്ള മാത്സര്യം, സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അമിതമായ വ്യഗ്രത, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ ഗ്രസിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്നത്. പണം ദുർവ്യയം ചെയ്ത് അത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതിനുള്ള കാരണമാക്കി തീർക്കുന്നവരിന്ന് ലോകത്തിലുണ്ടല്ലോ. പൊതുജനസേവകരിലും ഭരണകർത്താക്കളിലും പോലും ഇപ്രകാരം പൊതുസ്വത്ത് സ്വന്തം സ്വത്താക്കി മാറ്റുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആ അതിക്രമങ്ങൾക്കെല്ലാം വാസ്തവത്തിൽ ഒരു മാനസാന്തരമുണ്ടാകേണ്ട സമയമാണിത്. വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ പരസ്പരം ആരോപണങ്ങൾ നടത്തി ഭാര്യാഭർത്താക്കന്മാർ ജീവിക്കുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കൾ മക്കൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, കുടുംബങ്ങൾ തമ്മിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് വരികിൽ അതിനെല്ലാം ഒരു മാറ്റം വരുത്തിയിട്ട് സ്നേഹത്തിൻ്റെ ആ സംസ്കാരം നമ്മൾ പടുത്തുയർത്തണം. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അത് അനുദിന ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി മാറണം. അതാണ് നമ്മിൽ സംഭവിക്കേണ്ട മാനസാന്തരം. അതുപോലെ തന്നെ നമ്മെപ്പോലെ തന്നെ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ് മറ്റുള്ളവരും എന്ന ബോധ്യത്തോടുകൂടി അവർക്ക് ജീവിക്കുവാനും ജീവിതത്തിൽ ഉയരുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. മറ്റുള്ളവരുടേതായ ഉന്നമനവും വിജയവും നമ്മുടെയും ഉന്നമനവും വിജയവുമാണ്. കാരണം ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. എല്ലാവരും സഹോദരന്മാരെ പോലെ ജീവിക്കുന്നതാണ് ദൈവമഹത്വത്തിൻ്റെ പ്രകാശനം എന്ന് നമ്മൾ ഗ്രഹിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലൂടെ പ്രകാശിതമാകുമ്പോൾ അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു സത്യമായി മാറുകയാണ്. പ്രിയമുള്ളവരെ, ഈ ചിന്തകൾ ദുഃഖവെള്ളിയാഴ്ച നമ്മെ പ്രചോദിപ്പിക്കട്ടെ. എത്രയോ മനുഷ്യർ ഈ സന്ദർഭത്തിലും, ഇപ്പോൾ നമ്മൾ തിരുവചനദാനം നടത്തുന്ന ഈ സന്ദർഭത്തിലും ദുഃഖത്തിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്നു. അപ്രതീക്ഷിതമായ മരണങ്ങൾ അവരെ ഗ്രസിച്ചിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് കർത്താവിങ്കൽ സമർപ്പിക്കാം. എല്ലാറ്റിനും ദൈവത്തിലൊരർത്ഥമുണ്ടെന്നുള്ള പ്രത്യാശയുടെ ചിന്ത നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പീഡാസഹനവും മരണവും നമുക്ക് രക്ഷാകരമായി തീരട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ ഷെക്കീന TV പ്രേക്ഷകർക്കും ഞാൻ ഈ ദുഃഖവെള്ളിയുടേതായ ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.